അപ്പം നമ്മളെ ഡൽഹിയിൽ സമരം നടത്തി വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ വമ്പിച്ച വിജയമാണ് നേടിയത്. അവസാനം നമ്മുടെ വിശ്വകുരു മുട്ടുമടക്കി. 12 കൊല്ലത്തിന് ശേഷം വിശ്വകുരു ആദ്യമായിട്ടാണൊരു പ്രക്ഷോഭം, നല്ലൊരു പ്രക്ഷോഭം കാണുന്നത്. സംഖ്യകളെ കുറേ മൈൻഡുകളുണ്ട്, യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ മൈൻഡുകളുണ്ട്. പാറ്റ അതിനേക്കാണ് വലിയൊരു വന്നിട്ട് ഞങ്ങൾക്കൊരു കുരുക്ക് സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഞങ്ങളെ നേതാവ് ലോക നേതാവാണ്, എന്നിട്ടാണ് 4 പാറ്റകൾ വന്നു കണ്ട് ഞങ്ങളെ നെട്ടിച്ചാൽ നോക്കുന്നത്. ഏതായാലും അവസാനം പശു മക്കൾ പരാജയപ്പെട്ടു. രാജ്യം ഭരിക്കുന്ന പശുവിൻ്റെ മക്കൾ പരാജയപ്പെട്ടു. പാറ്റകൾ വിജയിച്ചു. പശുക്കൾ ഓടി, പാറ്റകൾ വിജയിച്ചു. അതിനിടെ നമ്മളെ വി രാജേഷ്, തിരുവനന്തപുരം മേയർ, കേരളത്തിൽ വനിതകളെ പുരുഷ പോലീസ് അടിച്ചു കയറണമെന്ന് വന്നുകൊണ്ട് അല്ല, ഈ സമരം ചെയ്യുന്നതിനിടയ്ക്ക് ഒരു വനിതാ പ്രവർത്തകർ, BJPയുടെ വനിതാ പ്രവർത്തകർ പുരുഷ പോലീസ് കർണത്തടിക്കുകയുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത്രത്തോളം വനിതാ പോലീസുകാരുള്ളപ്പോൾ ഒരു പുരുഷ പോലീസ് കർണത്തടിച്ചുകൊണ്ട് സ്ത്രീ ആക്രമിക്കാൻ തുടങ്ങുന്നതൊക്കെ തന്നെ അവർ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് അങ്ങനെ പോലീസ് പെരുമാറേണ്ട കാര്യമില്ല. എന്തായാലും അത് ഞങ്ങൾ സംസാരിച്ചു, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു. അടുത്ത DCP കാണാൻ വേണ്ടി BJPയുടെ ജില്ലാ നേതാക്കന്മാർ പോകുന്നുണ്ട്. ശക്തമായ നടപടി ഞങ്ങൾ ആവശ്യം. അപ്പം നമ്മളെ വി രാജേഷേ ഒരു കാര്യം കൂടി കാണണം. ഡൽഹിയിൽ നടന്നത് നോക്ക്. ये वीडियो तो अब तक आप देख चुके होंगे. पुरुष पोलिस ये इनको देखिए, ये जा रहे हैं और वनिता विद्यार्थी थप्पड़ मारा खींच के उस लड़की को. एक बार फिर से देखिए, ये हमारी पुलिस जा रही है और ये नरेंद्र मोदी थप्पड़ दिया. ये वीडियो तो अब तक आप देख चुके होंगे. देखिए, ये इनको देखिए, ये जा रहे हैं और ये थप्पड़ मारा खींच के उस लड़की को. एक बार फिर से देख लीजिए, ये हमारी पुलिस जा रही है और ये एकदम थप्पड़ दिया मुंह पे. പശുമക്കൾക്കല്ലാത്തവർക്ക് അടി കിട്ടിയാൽ പരാതി ഇല്ലേ? അപ്പോൾ എന്തിനാ അല്ലെങ്കിൽ നിങ്ങളിവിടെ സമരം ചെയ്ത്? പശുമക്കൾ എന്തിനാ കേരളത്തിൽ സമരം ചെയ്ത്? നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദിയുടെ അഴിമതിക്കെതിരെ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ വിദ്യാർത്ഥികൾ ഡൽഹി സമരം ചെയ്ത് ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും CPM-ഉം ഇതര കക്ഷികളും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പ്രധാന പാർട്ടികളൊക്കെ രംഗത്തുനിന്ന് ആ സമരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത്. അതിന് നിങ്ങൾ ഇവിടത്തിൽ സമരം ചെയ്ത് നടക്കണ്. എൻ്റെ ഇങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ പറ്റൂലേ? അല്ല, ആദ്യമായിട്ട് ചോദിക്കുക, ഇങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ പറ്റൂലേ? മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കാണാം, അല്ലെങ്കിൽ മോദിക്കെതിരെ ഒരു വീഡിയോ ചെയ്താൽ കാണാം ആ സംഘികൾ പശുമക്കളെ കമൻ്റ് ഇട്ട് വരുന്നു മുഹമ്മദ് നബിക്കെതിരെ. എങ്ങനെയുണ്ട്? മുഹമ്മദ് നബി ഇവിടെ കിടക്കണ്, നരേന്ദ്രമോദി ഇവിടെ കിടക്കണ്. നിങ്ങളൊന്നിട്ട് ആലോചിച്ച് നോക്കിയാണ്. ആ പറഞ്ഞ വീഡിയോക്ക് രാഷ്ട്രീയം പറയല്ലേ ചെയ്യുക. നമ്മൾ പറഞ്ഞ വീഡിയോയിലെ വാചകങ്ങൾ, വാക്കുകൾ ഉണ്ടല്ലോ, അതിന് രാഷ്ട്രീയപരമായിട്ട് മറുപടി പറയില്ല. പ്രൊഫൈലൊക്കെ കണ്ടാൽ നല്ല രസമാണ്. ദൈവത്തിൻ്റെ ഫോട്ടോ, ശിവനും ഗുരുവായൂരപ്പനും ശ്രീരാമ ഭഗവാന്റെ ഒക്കെ ചിത്രയിക്കാറും, എന്നിട്ട് കുറി മാലയൊക്കെ തൊട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയണത് മുഴുവൻ തോന്നിയസും, പച്ച തോന്നിയസം ഒന്ന് പറഞ്ഞാൽ 10 നാട് പറയാൻ അറിയിട്ടല്ല. കാരണം ആരും ബാപ്പാൻ്റെ രാജ്യമല്ലല്ലോ ഇന്ത്യ. ഇന്ത്യക്കാരുടേതാ. ഒരുത്തൻ്റെയും അച്ഛൻ്റെ വകയല്ല, ഇനി പശുവിൻ്റെ വകയല്ല ഇന്ത്യ രാജ്യം. ഇന്ത്യയിലെ ജനങ്ങളുടെ, ഭാരതീയരുടെ രാജ്യമാണ് ഇന്ത്യ. പശുക്കളുടേതല്ല, പശു മക്കളുടേതുമല്ല. അപ്പം നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിച്ചാൽ, നരേന്ദ്രമോദിയുടെ അഴിമതിക്കെതിരെ പ്രതികരിച്ചാൽ, സംഘപരിവാറിനെതിരെ പ്രതികരിച്ചാൽ, അപ്പം സംഖ്യകൾ വരല എങ്ങനെ അറിയോ? രാജ്യവിരുദ്ധ പ്രവർത്തനം, രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്. എങ്ങനെ? രാജ്യം ഇവിടെ കിടക്കണം, മോങ്ങി ഇവിടെ കിടക്കണം, രാജ്യം ഇവിടെ കിടക്കണം, സംഖ്യകൾ ഇവിടെ കിടക്കണം. സംഖ്യകളാണോ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്? നരേന്ദ്രമോദിയാണോ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്? നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ നേതാവാ. അഴിമതി നടത്തിയാൽ ചോദ്യം ചെയ്യും, സമരം ഉണ്ടാവും, പ്രക്ഷോഭം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ഇപ്പം എന്തായി? 4 പാറ്റകളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നില്ലേ? മുട്ടുമടക്കിയില്ലേ? എല്ലാ അവകാശങ്ങളും അംഗീകരിച്ചു കൊടുത്ത് വിദ്യാഭ്യാസ മന്ത്രി പ്രധാനം കൊണ്ട് രാജിവെപ്പിച്ച് കുട്ടികളെ പേരിട്ട കേസുകൾ മുഴുവൻ ഒഴിവാക്കി, FIR ഇട്ട കേസുകളൊക്കെ ഒഴിവാക്കി. ഇനി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ചർച്ച വേറെ നടക്കും.
മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കും പരിക്കുവച്ച വിദ്യാർത്ഥികൾക്കൊക്കെ നഷ്ടപരിഹാരം അങ്ങനെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുട്ടല്ല മടക്കിയത്, ആസനം വരെ മടക്കി. സംഘി പശുമക്കൾ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പശുമക്കൾ മൊത്തത്തിൽ മടക്കി, മുട്ട് മാത്രമല്ല മടക്കിയത്. അപ്പോൾ ഇവർക്കെതിരെ പ്രതികരിച്ചാൽ ഇവർ പറയും രാജ്യത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ. നരേന്ദ്രമോദിയാണ് രാജ്യം, അമിത്ഷാ രാജ്യം, സംഖ്യകളാ രാജ്യം എന്ന് പറയുന്നത്. ഇവർക്കെതിരെ പ്രതികരിച്ചാൽ പറയും രാജ്യത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മയാണ്. വിദ്യാർത്ഥികൾ സമരം നടത്തിയപ്പോൾ പറയാം പാകിസ്ഥാനിൽ നിന്ന് പൈസ വാങ്ങിയെന്നാണ് സമരം നടത്തുക. രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചപ്പോൾ പറയാം രഞ്ജിനി ഹരിദാസിന് ഇപ്പോൾ സ്റ്റേജൊന്നും കിട്ടാനില്ല, ഒട്ടകം ഗോപാലൻ. അപ്പം ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പണം വാങ്ങി വന്നുകൊണ്ട് നടത്തുകയാണ്. ആരോട് പണം വാങ്ങി വന്നുകൊണ്ട്? എന്നാളിട്ട് ഒരു മൊയൻ്റെ സംവിധായകൻ വി ജി തമ്പി എന്ന് പറയുന്നത് 100 കോടി റുപ്യ ഓഫർ ചെയ്തിരുന്ന ഒരു സിനിമ നടിക്ക് മുസ്ലിം ആകാൻ. ഏത് മുസ്ലിം മേക്കും ആ 100 കോടി കൊടുക്കുന്നത്? പല വീഡിയോ ഞാൻ ചോദിച്ചു നോക്കി, ഏതാണ് ആ മുസ്ലിം? എനിക്കെന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്ന് അറിയാനാ 100 കോടി കൊടുക്കണത്. ഈ ജാതി ഓരോ ഉളുപ്പില്ലാത്ത വർത്തമാനം പറഞ്ഞെടുക്കുക മനസ്സിലായി. പിന്നെ ഇവർക്കിത് പറ്റും, ഇവർക്ക് തട്ടിപ്പ്, വെട്ടിപ്പ്, പിന്നെ തരികിട പരിപാടികൾ, ഗുണ്ടായിസം, കൊള്ളസംഘം, അക്രമം, ഇതൊക്കെ ഇവർക്ക് പറ്റും. കാരണം ഇവർക്ക് പറ്റുന്ന പറയാനുള്ള കാരണം എന്താ? ദൈവത്തിൻ്റെ മുതൽ കൊള്ളടിച്ചോല അവർ. ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രത്തുമെന്നായിട്ട് തുടങ്ങിയിട്ട് ഇന്ത്യയിലുള്ള മുഖ്യ ക്ഷേത്രങ്ങളിലെ സ്വർണങ്ങളും പണങ്ങളും വെള്ളികളും മുഴുവൻ കൊള്ളയടിച്ചു പോയ ഇവർക്ക് ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിക്കാൻ എന്താ പ്രയാസം? ഇന്ത്യ രാജ്യത്ത് തമ്മാടിത്തരം കാഴ്ചയെടുക്കാൻ എന്താ പ്രയാസം? കാരണം ദൈവത്തിൻ്റെ രാജ്യം അറിഞ്ഞാണ്ട് അമ്പലങ്ങൾ ഉണ്ടാക്കുന്ന പണിയാണ് അവർക്ക്. ആ അമ്പലം കൊള്ളടിച്ചവർക്ക് നഗ്നമായ കൊള്ളയാണ്, അല്ലേ? നഗ്നമായ കൊള്ളയാണ് നടത്തിയത്. ആ കൊള്ളടിച്ചവർക്ക് തത്താഞ്ഞ് ചോദ്യപേപ്പർ ചോർത്തി കോടികൾ വാങ്ങണതിന്. എന്നിട്ട് പ്രീ ഡിഗ്രി വരെ പോലും പഠിച്ചിട്ടില്ലാത്ത സംഖ്യയുടെ മക്കൾ MBBS എങ്ങനെയുണ്ട്? 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിയാത്ത സംഖ്യയുടെ മക്കളൊക്കെ ഉയർന്ന പദവിയിൽ കോടികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുക. എന്നിട്ട് ചോദിക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. അപ്പോൾ രാജ്യവിരുദ്ധരാവും. നാളൊരു ഒറ്റൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയിക്കോന്നേ, ഓൻ്റെ തന്തൻ്റെ വകയാണല്ലോ ഇന്ത്യ. ആ കമൻ്റ് ഇട്ടോൻ്റെ തന്തൻ്റെ തള്ളൻ്റെ വകയാണല്ലോ ഇന്ത്യ, പാകിസ്ഥാനിൽ പോയിക്കോ അറിയാൻ. പിന്നെ ഓൻ്റെ തന്തിയും തള്ളിയും വീതം വെച്ച് തന്നാണല്ലോ പാകിസ്ഥാൻ. ഓൻ്റെ തള്ളക്ക് ശ്രീധരൻ കിട്ടിയെന്ന് ഒരു വീതം തന്നതാണല്ലോ പാകിസ്ഥാൻ. ബാക്കിയുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ മുതൽ മുഴുവൻ ഓൻ്റെ അന്തൻ്റെയും തള്ളൻ്റെയും വകയാണല്ലോ. ആ കമൻ്റ് ഇട്ടോൻ്റെ കമൻ്റ് ഇട്ട് 2-3 പാകിസ്ഥാൻ പോയിക്കോളി അറിയുന്നു. ബാക്കിയുള്ള ഓൻ്റെ ഒക്കെ അച്ഛൻ്റെയും അമ്മൻ്റെയും ബാക്കിയാണ് വിചാരിച്ചു. ഓൻ്റെ തന്തക്കും തള്ളക്കും ശ്രീധരൻ കിട്ടിയതാണ് വിചാരിച്ചു. നാറികളി ഈ രാജ്യത്ത് ജീവനോടെ ജീവിക്കാൻ ഷൂ നക്കി, ബ്രിട്ടീഷുകാരെ അടിപ്പാവാട നക്കി കൊടുത്ത്, ബ്രിട്ടീഷുകാരുടെ ആസനം വരെ നക്കി കൊടുത്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഒരു ജീവൻ നിലനിർത്തിയത്. എന്നാൽ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമായി കൊണ്ടുവരാൻ ആ പോരാട്ടത്തിന് ന്യൂനപക്ഷ സമുദായങ്ങൾ നൽകിയത് ഞങ്ങളുടെ പൂർവികരുടെ ജീവനാണ്. അത് തിരിച്ചറിഞ്ഞ് സംസാരിച്ചു വേണ്ടി. എന്നിട്ട് പാകിസ്ഥാൻ പോയിക്കോരണേക്കാം. പാകിസ്ഥാൻ ആ രാജ്യം ഒരു ചുട്ട എൻ്റെ അച്ഛനോ എൻ്റെ അച്ഛൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ അമ്മൻ്റെ അമ്മയെ എൻ്റെ സഹോദരിക്കോ ശ്രീധരൻ കിട്ടിയതാണോ ഇന്ത്യ രാജ്യം? എന്നിട്ട് അതിൻ്റെ ഒരു വീതം കൊടുത്തതാണോ പാകിസ്ഥാൻ? ആണോ? അതിൻ്റെയൊക്കെ വർത്താനം കേട്ടാൽ പിന്നെ ഇവിടെ ജീവിക്കുന്ന 27-28 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നതും ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്നതും ഇവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്നതൊക്കെ അനക്കും എൻ്റെ അച്ഛനും എൻ്റെ അമ്മക്കും സംഖ്യകൾക്കും ശ്രീധരൻ കിട്ടിയതാണോ? ആണോ? അല്ലല്ലോ. അനക്ക് പഠിക്കാൻ കഴിച്ചില്ല, ജി കോണം കെട്ടിക്കാണ്ട് ജയ് ശ്രീരാമും പൊളിച്ച് നടക്കും. അപ്പം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് കുട്ടികളും ഉണ്ടാവില്ല. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? സംഖ്യകളെ നിങ്ങൾ മനുഷ്യരായി ജീവിക്കാൻ നോക്കി. എന്നിട്ട് ഇവരൊക്കെ വർത്താനം കേട്ടാൽ തോന്നും ഇവരൊക്കെ അച്ഛനമ്മമാർക്ക് വീതം കിട്ടിയതാണ് ഇന്ത്യ രാജ്യം. ഇപ്പം എന്താ സംഭവിച്ചത്? വിശ്വകുരു മുട്ടുമടക്കി രാജ്യം ഒപ്പിച്ച്, അല്ലേ? ഇത്രയേ ഉള്ളൂ. ജനങ്ങൾ ഇളകിയാൽ ഇതിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഒരു പാടുണ്ട്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് കക്ഷികൾക്കും ഒരു പാടുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ ഒഴിവാക്കിക്കാണ്ട് നീതിക്ക് വേണ്ടി ഇത്തരം പോരാട്ടങ്ങൾ നടത്തുകയാണെങ്കിൽ പശുമക്കളുടെ ഭരണം അവസാനിപ്പിക്കുക. പശുമക്കളുടെ ഭരണം ഇന്ത്യ രാജ്യത്ത് അവസാനിപ്പിക്കുക.
രാജ്യം വിറ്റ് 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 തൊലച്ച് പകുതിയിലേറി അദാനിൻ്റെ അംബാനിൻ്റെ കയ്യിലായി. അത് തിരിച്ചറിയണം. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷികളും കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവരുടെ കൊള്ളരുതായ്മക്കെതിരെ പ്രതിഷേധിക്കണം, സമരം ചെയ്യണം. ഇത് ഒരു മുന്നറിയിപ്പാകട്ടെ, ഇതൊരു പാഠമാകട്ടെ ഇന്ത്യ സഖ്യത്തിന്. എത്ര പള്ളികൾ പൊളിച്ചു മാറ്റി, അതുപോട്ടെ എത്ര പാവപ്പെട്ടവൻ്റെ കുടിലുകളുടെ മുന്നിൽ ഒന്ന് JCB കൊണ്ട് മാന്തി നിരപ്പാക്കി, JCB കൊണ്ട് ഇടിച്ച് നിരപ്പാക്കി. എത്ര കുടിലുകൾ, വീടുകൾ, ചെറിയ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളും കച്ചവടങ്ങളും ഇവർ ഇടിച്ച് നിരത്തി. ഹിന്ദുക്കളുടേതായാലും മുസ്ലിങ്ങളുടേതായാലും ക്രിസ്ത്യാനികളുടേതായാലും അദാനിക്കും അംബാനിക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ട് ഇവർ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറക്കി പിച്ചച്ചട്ടിട്ട് തെണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. ലക്ഷക്കണക്കിന് ആളുകളെ നാട് കടത്തി. ഇവരെ വാപ്പാരുടെ ഈ രാജ്യം, ഇവരെ വാപ്പാർക്ക് ശ്രീധരൻ കിട്ടിയതാ ഈ രാജ്യം ആണോ? ഒരുപാട് ആളുകളെ നാട് കടത്തി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകളില്ലാതായി. മതസ്ഥാപനങ്ങൾ അടിച്ചു തകർത്ത്, മദ്രസകളും പള്ളികളും ചർച്ചകളും ഒക്കെ അടിച്ച് തകർത്ത് JCB കൊണ്ടുവന്ന് ഇടിച്ച് തകർത്ത്. ഇപ്പോൾ അതൊന്നും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നോക്കി നിൽക്കാൻ പാടില്ലായിരുന്നു. തടയണമായിരുന്നു. അത് തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് സർമനെ തടയണം. നിയമസഭയ്ക്ക് പോകാൻ അനുവദിക്കരുത്. UP മുഖ്യമന്ത്രി കോണം കെട്ടി യോഗിയെ തടയണം. നിയമസഭയ്ക്ക് പോകാൻ അനുവദിക്കരുത്. ഈ പരിപാടി നിർത്തിവെക്കണം എന്ന് പറയണം. നായാട്ടാണ് 10-12 കൊല്ലമായിട്ട് ഇവരിവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇന്ത്യ സഖ്യവും കോൺഗ്രസും കണ്ടുനിന്ന് നിരവധി പേര് കണ്ണീരൊഴുക്കി മരിച്ചു, ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പെൺകുട്ടികൾക്ക് മാനം നഷ്ടപ്പെട്ടു. എവിടെയായിരുന്നു കോൺഗ്രസ്? എവിടെയായിരുന്നു ഇന്ത്യ സഖ്യം? ഇനിയെങ്കിലും കണ്ണു തുറക്കുക. ഇത്തരം കള്ളന്മാരെ, ഈ പശുമക്കളുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക. അതല്ലാതെ വേറൊരു മാർഗവുമില്ല. അല്ലാതെ ഓരെ പുറത്താക്കാനൊന്നും കഴിയൂല. ഓരെ പുറത്താക്കാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസവും വേണ്ട. കാരണം അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു. നരേന്ദ്രമോദിക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടേ കൊടുക്കും? രാജീവ് ഗാന്ധിക്കെതിരെ കേസുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിക്കെതിരെ കേസുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിനെതിരെ കേസുണ്ടായിരുന്നു, വാജ്പേയിക്കെതിരെ, നരസിംഹറാവുവിനെതിരെ, മൻമോഹൻ സിംഗിനെതിരെ ഒക്കെ കേസുണ്ടായിരുന്നു. ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ, പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഈ നരേന്ദ്രമോദിക്കെതിരെ ഒരു കേസുണ്ടോ? ആര് എവിടെ ഇത് കൊണ്ടേ കൊടുക്കണേ കേസ്? ആരെടുത്താ പരാതി കൊടുക്കുക? ആരാണ് ആ പരാതി സ്വീകരിക്കുക? ആരാണ് ആ പരാതിമേൽ കേസെടുക്കുക? ഇവിടെ പാർട്ടികളുടെ വിജയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്താ നിങ്ങൾ നരേന്ദ്രമോദി പരാജയപ്പെടുകയാണെന്ന് കണ്ട നരേന്ദ്രമോദി ഇത് കോടതിക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് അതിലൂടെ നരേന്ദ്രമോദി ജയിക്കും. ബാബരി മസ്ജിദ് ജയിച്ച മാതിരി. പരാജയപ്പെടുകയാണെന്ന് കണ്ടാൽ അത് കോടതിക്കാണ് വിട്ടുകൊടുക്കും. പിന്നെ കോടതി തീരുമാനമാണ് ലംഘിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജയിച്ചു പോയതിൽ ഇവിടെ അത് നടന്നിട്ടില്ല. അപ്പോൾ പാർട്ടികളെ ഞാൻ അഭിനന്ദിക്കുന്നു, ആയിരം വട്ടം അഭിനന്ദിക്കുന്നു. അതുമാത്രമല്ല, പാർട്ടികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, പിന്തുണ അർപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള മലയാളത്തിലെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവരാണ്. പിന്നെ ഒരു മേജർ റിവ്യൂ ചെയ്തൊരു സാധനമുണ്ട്. ആരെ ഓനെ മേജറാക്കി? എവിടുത്തെ മേജറാണോ? എന്താണ് ആ മേജർ എന്ന് പറഞ്ഞാൽ? ആ നാദി എന്താ പറഞ്ഞത്? കുട്ടികൾ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് സമരം ചെയ്യുകയാണ്. മദ്യത്തിനും മയക്കിനും മരുന്നിനും വേണ്ടിയിട്ടാണ് കുട്ടികൾ സമരം ചെയ്യുന്നത്. ആ നാദി പറയാം. ഏത് പശുത്തീട്ടത്തിലെ മേയറാണോ? എന്നിട്ട് മോഹൻലാലിൻ്റെ മകളെ വെളുപ്പിക്കാൻ വിസ്മയക്ക് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് കുട്ടികളെ പിന്തുണച്ചത്. ഇതിലെവിടെ എങ്ങനെ രാഷ്ട്രീയം? കുട്ടികളെ അടിച്ചമർത്തുമ്പം അത് പ്രതികരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാനുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ ഒക്കെയാണ് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്നിട്ടൊരു മൈൻഡ് വന്നിട്ട് പറയാം, എന്ത് വിസ്മയക്ക് രാഷ്ട്രീയം അറിയാത്തതോട് പറഞ്ഞാണെന്ന്. ഏത് ഈ കുട്ടികളെ തല്ലി ചതക്കുമ്പോഴേ അത് ശരിയല്ല, കുട്ടികളെ കാര്യം അംഗീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത് രാഷ്ട്രീയമാണേലും. എന്നിട്ട് വെളുപ്പിക്കാൻ നടക്കുക വിസ്മയനെ. അതായത് മോഹൻലാലിൻ്റെ മൂപ്പർക്ക് ഒഴിവാക്കാൻ പറ്റൂലേ? കുറേ പടം ചെയ്ത് പൈസ ഉണ്ടാക്കിയാണല്ലോ. എന്നിട്ട് അതിന് സൂചിപ്പിക്കുക. കാരണം മോഹൻലാലിനെ ട്രോളിക്കൊണ്ട് സംഘ് പരിവാർ ഒന്നായിട്ട് കമൻ്റ് ഇട്ടിട്. അതിന് സംഖ്യകളെ പിന്തിരിപ്പിക്കാനേ ഈ പശുത്തീട്ട മേജർ രംഗത്തേക്ക് വന്നിക്കുക വിസ്മയനെ വിളിപ്പിക്കാൻ.
എവിടുത്തെ മേജറാണോ ആരോനെ മേജറാക്കിയത് ഓനെയാണ് ശരിക്കും പ്രധാനമന്ത്രി ആക്കട്ടെ. കാരണം ഒറിജിനൽ RSS ഓനാ, ഒറിജിനൽ വർഗീയവാദി ഓനാ മേജർ രവിയരോ. അപ്പം അങ്ങനത്തെ കുറേ എണ്ണുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് കിഴങ്ങന്മാർ, ഒരുപാട് മന്ദബുദ്ധികൾ, ഒരുപാട് പശുത്തീട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ പാറ്റകളെ സമരം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മീൻപടക്കിങ്ങനെ നടത്തിയിനി. ഒരു DJ മോഹൻദാസ് ഒരു സാധനല്ലേ, അതൊക്കെ രംഗത്ത് വന്നിനി പാറ്റകൾക്കെതിരെ. അതുപോലത്തെ ഒരുപാടെണ്ണം കേട്ടോ, ഒറ്റടിക്ക് പേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പാടായിരിക്കട്ടത്. നരേന്ദ്രമോദിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധവും വിജയവുമാണ് ഇവിടെ ഉണ്ടായത്. ഇത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും തിരിച്ചറിയണം. ഒറ്റക്കെട്ടാണെങ്കിൽ ഇനി ഒരു വീടും ഇവിടെ പൊളിക്കൂല, ഒരു പള്ളിയും ഇവിടെ പൊളിക്കൂല, ഒരു ചർച്ചും ഇവിടെ പൊളിക്കൂല, ഒരു മതസ്ഥാപനത്ത് പോലും JCB കൊണ്ടേക്കൂല. പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. ഒറ്റക്കെട്ടാണ് ഇത്തരം പ്രവൃത്തികൾക്കെതിരെ. അതിന് ഇന്ത്യ സഖ്യത്തിന് കഴിവുണ്ടാട്ടെ. ഇത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പാർട്ടിയുടെ സമരം ഒരു സന്ദേശമായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.